വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം ഇനി കൃത്യം 10 ദിവസം ബാക്കി. കേരളം ജനവിധി കുറിക്കാൻ ഒരുങ്ങുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കുന്ന തിരക്കിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വിവിധ വിഷയങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ഡീൽ വിവാദവുമെല്ലാം സജീവമാണ് തെരഞ്ഞെടുപ്പ് കളത്തിൽ. എന്തെല്ലാമാണ് അങ്കത്തട്ടിലെ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. സ്വാഗതം കെ വോട്ടിലേക്ക്. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം കൊണ്ട് ശ്രദ്ധേയമായ താനൂർ. വി അബ്ദുറഹ്മാന് പകരം പ്രവാസി വ്യവസായിയായ ടി മുഹമ്മദ് സമീറിനെ രംഗത്തിറക്കിയാണ് CPM മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിലെ കാലതാമസവും ആശയക്കുഴപ്പവും ഒന്നും താനൂരിൽ തിരിച്ചടിയാകില്ലെന്ന് മുഹമ്മദ് സമീർ ആത്മവിശ്വാസത്തോടെ പറയുന്നു. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിലൂടെ അഭിമാനം തിരിച്ചുപിടിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ശ്രമം. വി അബ്ദുറഹ്മാൻ മണ്ഡലം മാറിയത് പരാജയം മുന്നിൽ കണ്ടാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രചരണം. താനൂർ നഗരസഭയിൽ മുഖ്യ പ്രതിപക്ഷമായ BJP അവരുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായ ദീപ പുഴയ്ക്കലിനെയാണ് മണ്ഡലത്തിൽ കരുത്തറിയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. 2016 വി അബ്ദുറഹ്മാനിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലം 2021 വി അബ്ദുറഹ്മാൻ വിജയം ഇവിടെ നിലനിർത്തി. എന്നാൽ താനൂരിനെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് വി അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റം എന്ന കാര്യത്തോടു കൂടിയാണ്. താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെ വലിയ വിവാദങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഉയർന്നത്. പകരം ടി മുഹമ്മദ് സമീർ എന്ന പ്രവാസി വ്യവസായിയാണ് ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തനിക്ക് സാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയെന്നാണ് വി അബ്ദുറഹ്മാൻ അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഇവിടുത്തെ പ്രധാന മുദ്രാവാക്യവും. മറുവശത്ത് മുസ്ലിം ലീഗിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് MSFന്റെ സംസ്ഥാന അധ്യക്ഷനായ PK നവാസാണ്. PK നവാസിന്റെ പോരാട്ടവീര്യം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDFനെ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം വി അബ്ദുറഹ്മാന്റെ മണ്ഡലം മാറ്റവും വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരെ UDF പ്രചരണ വിഷയമാക്കുന്നുണ്ട്. താനൂർ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ BJPയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. എങ്ങനെയാണ് പ്രചരണം? വളരെ ആവേശത്തിലാണ്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ്. താനൂർ മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു. അതിനകത്ത് എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാണ്. ആ മാറ്റം ഈ വർഷം സാധ്യമാകും, ഇത്തവണ സാധ്യമാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. LDFന്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയുടെ രംഗത്തുള്ളത് ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങൾ LDFനെയാണ് വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി ആരായാലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം, പിണറായി വിജയൻ്റെ ഭരണകൂടം, അമ്പയെ പരാജയപ്പെട്ടു പോയൊരു ഭരണകൂടം, 10 വർഷക്കാലം നഷ്ടങ്ങളുടെ വിരുമയക്കാലമായി മാറിയ ഒരു കാലം. പ്രത്യേകിച്ച് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്ന, ജില്ലയിലെ ഏക മന്ത്രി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെയും വികസനം എത്തി നോക്കാൻ കഴിയാത്ത, കുടിവെള്ളമില്ലാത്ത, കായിക മേഖല അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, കൃഷി മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത, പ്രത്യേകിച്ച് തീരദേശ മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ആഭ്യന്തര ടൂറിസത്തിന് അപാരമായ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ അത് ഉപയോഗപ്പെടുത്താത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷ കാലഘട്ടം കടന്നുപോയത്. അതുകൊണ്ട് അപ്പുറത്ത് LDFന്റെ പ്രതിനിധി ആരായാലും LDFന്റെ ഈ ദുർചെയ്തികൾക്കെതിരെ, ഈ ദുർഭരണത്തിനെതിരെയുള്ള വിലയിരുത്തൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ മണ്ഡലം മന്ത്രി റഹ്മാൻ മണ്ഡലം മാറിയത് അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? അല്ലാതെ അവർ വിലയിരുത്തേണ്ട ഒന്നാണ്. ഒരു സിറ്റിംഗ് MLA, ഒരു സിറ്റിംഗ് മന്ത്രിക്ക് ആ മണ്ഡലം ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണ്? അത് അവർ വിലയിരുത്തും. ഞങ്ങളതിനെക്കുറിച്ച് ഒരു കമൻറ്റും ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആരായാലും മത്സരിക്കാൻ തയ്യാറ്. ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ മത്സരത്തിന് ഇറങ്ങിയത്. പിന്നീട് മാറ്റം വന്നത് ആർക്കാണെന്ന് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDF വളരെ കംഫർട്ടബിളായി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി, പതിവിൽ നിന്ന് വിപരീതമായി ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിനൊരു മാൻഡേറ്റ് കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത്. ജില്ലയിലെ ഏറ്റവും അധികം വികസനം ഉണ്ടായ മണ്ഡലം താനൂരാണെന്നാണ് LDF അവകാശപ്പെടുന്നത്. മന്ത്രി അബ്ദുറഹ്മാൻ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ വികസന തുടർച്ചയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഇതിലുണ്ടോ? അല്ല, ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അങ്ങനെ വികസന തുടർച്ച കാണോ? നമുക്ക് കാത്തിരിക്കാം. ഈ 9-ാം തീയതി വോട്ട് വെട്ടിയിലായി. അടുത്ത മെയ് മാസത്തിൽ റിസൾട്ട് എണ്ണുമ്പോൾ വികസന തുടർച്ചക്കാണോ, വികസന മുരടിപ്പിനാണോ വോട്ടുണ്ടായെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത്തവണ SDPക്ക് സ്ഥാനാർത്ഥിയില്ല താനൂരിൽ. അത് ആർക്കനുകൂലമാണെന്ന് കരുതുന്നു? ഞങ്ങൾക്കറിയില്ല STP ആർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിൽ 2,11,000 വോട്ടർമാരുണ്ട്. ആ 2,11,000 പരം വരുന്ന വോട്ടർമാരുടെയും വോട്ട് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടും, നിങ്ങൾ ഈ പറഞ്ഞ വിവിധ കക്ഷികളുടെ നേതാക്കന്മാർ ഉൾപ്പെടും. എല്ലാവരുടെയും വോട്ട് വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. തികച്ചും അപ്രതീക്ഷിതമായിരുന്നല്ലോ ഈ സ്ഥാനാർത്ഥിത്വം. കാരണം വി അബ്ദുറഹ്മാൻ്റെ പേരാണ് ആദ്യം പ്രഖ്യാപിച്ചത്, പിന്നീട് നാടകീയമായിട്ടാണെന്നൊക്കെ പറയാം അങ്ങ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇല്ല, അതിൽ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. റഹ്മാൻ ഖാൻ്റെ നാട്ടിലേക്ക് പോകാൻ കരുതി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടു, പാർട്ടി ആവശ്യപ്പെട്ടു, അതനുസരിച്ച് എന്നോട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പഴയ ഇടത് ചിന്താഗതിക്കാരനാണ്. ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്, പക്ഷേ പ്രത്യക്ഷമായിട്ടുണ്ടാവില്ല, ചില പരിപാടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏറ്റെടുക്കാൻ ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയോ? അതൊരു വെല്ലുവിളി തന്നെയാണല്ലോ അത്. പക്ഷേ എൻ്റെ നാടാണ്, അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നാട്ടുകാരുമ്പോൾ ഒരു പ്രകീരണം അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് റഹ്മാൻ ഖാൻ നാട്ടിലേക്ക് അങ്ങോട്ട് പോയത്. റഹ്മാൻ ഖാൻ്റെ എല്ലാ പിന്തുണയും ഇവിടെയുണ്ട്. നമ്മൾ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് നമ്മുടെ MLA ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്, വേറൊന്നല്ല. 2300 കോടി രൂപൻ്റെ വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പര്യടനത്തിൽ പോകുമ്പോൾ പല ഭാഗത്ത് പോകുമ്പോഴും ഇങ്ങനെ കാണുന്ന 1 കോടി രൂപേൻ്റെ ബിസിനസ്സാണ്. അത് 35 ഗ്രാമങ്ങളിലേക്ക് വരെ ഓരോരോ വാർഡ് വരെ വികസനം എത്തിക്കുന്നത്. അത് ജനങ്ങളോടൊക്കെ പറയേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞ് ഓൾറെഡി വികസിച്ച് കഴിഞ്ഞു. എടുത്തും ഭയങ്കര സ്വീകരണം, ഓരോ ഗ്രാമങ്ങളിൽ നമുക്ക് ഭയങ്കര സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കണം. സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് അങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് തമാശകളൊക്കെ പറയുന്നത്, പെട്ടെന്ന് ഒരാളെ ഇവിടുന്ന് വന്നു, ഉത്തമണക്കാരനാണോ? കാണാറുണ്ടോ അത്തരത്തിലുള്ള ട്രോളുകളും ഇതൊക്കെ? ഇതൊന്നും ഞാൻ മെയിൻറ്റില്ല, അത് പൊതുവേ ഉള്ളതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. അതെ. അതിലേക്കൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ നോക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക. എങ്ങനെയാണ് പ്രതീക്ഷ, വിജയപ്രതീക്ഷ എത്രമാത്രമുണ്ട്? 100%. ഓൾറെഡി ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. എൻ്റെ നാട്ടുകാരാണ് ഈ താമൂകാർ. എനിക്കിവിടെ എല്ലാ ഗല്ലികളും പരിചയമാണ്, ഓരോ ഗ്രാമങ്ങളും പരിചയമാണ്. ജനങ്ങൾക്ക് എന്നെ അറിയാം. എവിടെ ചെല്ലുമ്പോഴും ഷമീർ ഖാൻ എന്നുള്ള അഭിവാദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ശക്തി അറിഞ്ഞ ഒരു സ്ഥലമാണ്, മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP ആണുള്ളത്. പക്ഷേ മണ്ഡലത്തിലേക്ക് മൊത്തം നോക്കുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം 15000-ൽ താഴെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇത്തവണ BJP ജയിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും. അതിലപ്പുറം ഒന്നും ഇപ്പോൾ പറയാനില്ലല്ലോ. പാർട്ടി ജയിക്കും, നമ്മൾ ജയിക്കും, BJP ജയിക്കും. മണ്ഡലത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറുന്നു, മറ്റൊരു സ്ഥാനാർത്ഥി LDFന് വരുന്നു. നവാസ് ഇവിടെ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നവാസാണോ അതല്ല ഷമീറാണോ CPM ആണോ UDF ആണോ എന്നല്ല ഞങ്ങൾ NDA നോക്കുന്നത്. NDAക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുള്ളതും നമ്മളെ പ്രവർത്തകരുടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമായും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്? ഇവിടെ താനൂരിൻ്റെ വികസന മുരടിപ്പ് ഇത് തന്നെയാണ് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. താനൂരിൽ നമുക്കറിയാം, താനൂർ നിയോജക മണ്ഡലം ഉണ്ടായതിന് ശേഷം ഇവിടെ എന്ത് വികസനമുള്ളത്? താനൂർ ഈ ടൗണിനപ്പുറം എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിലുള്ളത്? താനൂർ ടൗണ് മാത്രമാണ് മൊബിലൈസ് ചെയ്ത് കുറച്ചെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് നടത്തി എന്നല്ലാണ്ട് എന്താണ് ഇവിടെ മാറി ഭരിച്ചിരുന്നവർ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് വികസനം? ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് പൊന്മുണ്ടം, ചെറിയ മുണ്ടം, ഒഴൂര്, അതുപോലെ തന്നെ താനാളൂർ, നിറമരുതൂർ എല്ലാം ഇതിലുൾപ്പെടുന്ന പഞ്ചായത്തുകളാണ്. ഇവിടെയെല്ലാം എന്ത് വികസനമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി ഭരിച്ച MLAമാർ ചെയ്തിട്ടുള്ളത് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും. മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ താനൂരിലെല്ലാം അത്യാവശ്യം നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അവരല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് പൊതുജനങ്ങൾ തീരുമാനിക്കും. ഇത്തവണ എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് BJPയെ സംബന്ധിച്ചിട്ടുള്ളത്? BJPയെ സംബന്ധിച്ച് മുഴുവൻ 100% അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നപ്പുറം നരേന്ദ്രമോദിജി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ താനൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാവിധ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടുകളും സംസ്ഥാന ഗവൺമെൻറ്റിലൂടെ, അത് ഭരിച്ച MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെലവഴിച്ചിട്ടുള്ള ഓരോ ഫണ്ടിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ. പ്രചരണത്തിന്റെ ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. വി അബ്ദുറഹ്മാന്റെ വികസന മുദ്രാവാക്യം മുൻപിൽ വെച്ച് മുഹമ്മദ് സമീറിലൂടെ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലം നിലനിർത്താനാകുമോ? സ്ഥാനാർത്ഥിയെ നിർത്താത്ത SDP-യുടെ വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പമാകും? PK നവാസിലൂടെ താനൂർ തിരിച്ചുപിടിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? ഒപ്പം
താനൂർ നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ BJPക്ക് താനൂർ നിയമസഭാ മണ്ഡലത്തിൽ എന്ത് സ്വാധീനമാകും ചെലുത്താനാവുക? എല്ലാം കണ്ടു തന്നെ അറിയാം. അഖിലോട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തൃശൂരിൽ കടുത്ത ത്രികോണ മത്സരം നടക്കുമെങ്കിലും LDF വിജയ പ്രതീക്ഷയിലാണ്. പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ മാത്രം ലഭിച്ചാൽ നിയമസഭയിലെത്താമെന്ന് LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, രണ്ടാം ഘട്ട പ്രചാരണം ആയിട്ടുണ്ട്. അപ്പം എവിടെ വരെയായി ആദ്യത്തെ ഒരു പ്രഖ്യാപനത്തിന് ശേഷമുള്ളൊരു ഇത് മാറിയിട്ടുണ്ടോ? തീർച്ചയായും. ഞാനൊരു 20 ദിവസമായില്ല ഇവിടെ വന്നിട്ട്. പ്രഖ്യാപനം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വന്നു. ആദ്യം നമ്മൾ തീരുമാനിച്ചല്ലോ. അന്ന് മുതൽ ബൂത്ത് തലത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും അല്ലാത്തവരെയും, സാധാരണക്കാരെ, ഇടത്തരക്കാരെ, ജീവനക്കാരെ, തൊഴിലാളികളെ, കർഷക തൊഴിലാളികളെ, സ്ത്രീകളെ, കുട്ടികളെ, വൃദ്ധരെ ഒക്കെ കണ്ടു. അപ്പം അവർക്കൊന്നും ഇടതുപക്ഷ ഭരണത്തെക്കുറിച്ച് ഒരു പരാതിയില്ല. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവാണ്. ആ നിലയ്ക്ക് വളരെ പ്രതീക്ഷയാണ് തോന്നുന്നത്. ഞാനായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചുകൊള്ളും എന്നൊരു വൈകാരികമായ അനുഭവമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ, മൂന്നാം ഘട്ടമായി എന്ന് പറയാം, അനുഭവപ്പെട്ടത്. സ്ഥാനാർത്ഥി പര്യടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 11 ദിവസം കൂടിയുള്ളൂ. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വളരെ ചുരുക്കം ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റിയോ? ഇതുവരെ ഇപ്പോൾ എല്ലാം നിയോജകമണ്ഡലത്തിന്റെ എല്ലായിടത്തും എത്തി. ഇതൊരു സൗകര്യമുള്ള നിയോജകമണ്ഡല. തൃശൂർ നഗരത്തെ ചുറ്റിപ്പറ്റിയാണ്. തൃശൂർ കോർപ്പറേഷന്റെ 39 ഡിവിഷനാണ്. അപ്പം അതുകൊണ്ട് ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കാം. അതുകൊണ്ട് മിക്കവാറും എല്ലാ സ്ഥലത്തും 2-3 തവണയൊക്കെ എത്തി. യാത്ര ഒരു നിമിഷം പോലും കളയാതെ ആളുകളെ കണ്ടുകൂടി യാത്ര ചെയ്യാണ്. പ്രയാസമുണ്ട്, നല്ല വെയിലാണ്, സമയം കുറവാണ്. അതുകൊണ്ട് വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തിട്ട് പോകണം. അതുകൊണ്ട് വളരെ ക്ലേശമുണ്ടെങ്കിലും അതിൽ കിട്ടുന്ന റിസൾട്ട്, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രത്യാശ വളരെ വലുതാണ്. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ വലിയ പിന്തുണയുണ്ട്. പിന്നെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബേസുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ടും എനിക്ക് രാഷ്ട്രീയാതീതമായി കിട്ടുന്ന വോട്ടും ഒക്കെ കൂടി ചേർന്നാൽ വിജയിക്കാവുന്ന ഒരു കാലാവസ്ഥയുണ്ട്. ത്രികോണ മത്സരമല്ലേ. അവരവരുടെ വോട്ടുകൾ അവരവർ പിടിച്ചാൽ നമുക്ക് വിജയിക്കാൻ പ്രയാസമില്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. ശരിക്കും ത്രികോണ മത്സരമാണെന്ന് പറയുമ്പോൾ പോലും പത്മജ വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലെഗസി ഉണ്ടല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി കൂടി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എത്തുന്നു. പ്രത്യേകിച്ചും തൃശ്ശൂർ ലോക്സഭ പിടിച്ചത് കൊണ്ട് തൃശ്ശൂരിൽ ഒരു പ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. അത് അസ്ഥാനത്താണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് LDFിനുള്ളത്. തീർച്ചയായിട്ടും അത് അസ്ഥാനത്തല്ല. കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചിട്ട് തൃശ്ശൂരുകാർക്കൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് തൃശ്ശൂരുകാർ തന്നെ എന്നോട് പറയുന്നു. കാരണം ഒരു ഗ്യാസ് പ്രശ്നമൊക്കെ വന്ന സമയത്ത്, ഏറ്റവും വലിയ പ്രതിസന്ധി വന്ന സമയത്ത് പെട്രോളിയം സഹമന്ത്രിയെ കാണാനില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ഓരോ മുട്ടുന്യായങ്ങൾ പറയാണ്. അപ്പോൾ ആളുകൾക്ക്, തൃശ്ശൂരുകാർക്ക് അതൊരു അബദ്ധമായി എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഓളം പത്മജയ്ക്ക് ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ പത്മജ നേരത്തെ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസായി മത്സരിച്ചതാണ്. അത് മറക്കാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് BJPക്കാർക്ക് പോലും അതിൽ മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവുമല്ലോ. കമ്മിറ്റഡായ ആളുകൾ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ പൊതുസമൂഹത്തിന് അതൊരു പോസിറ്റീവായ കാര്യമാവില്ല എന്ന് ഞാൻ കണക്കുകൂട്ടുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലാണ്. എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് പത്മജ വേണുഗോപാലിനെയോ രാജൻ പല്ലനെയോ ഒന്നും ഒരു അകൽച്ചയോ വിരോധമുള്ള ആളല്ല. ആശയങ്ങൾ തമ്മിലല്ലേ ഏറ്റുമുട്ടുക. ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ മനുഷ്യർക്ക് പ്രയോജനമുള്ള ആശയം ഇടതുപക്ഷത്തിന്റെ ആശയമാണ്. മറ്റതൊക്കെ വേറെ കുറെ താല്പര്യങ്ങൾ കൊണ്ടുനടക്കുന്ന UDF ആണെങ്കിലും BJP ആണെങ്കിലും ഒരേ സാമ്പത്തിക നയമാണ് പിന്തുടരുന്നത്. അത് സാധാരണക്കാർക്കോ പാവപ്പെട്ടവർക്കോ പ്രയോജനപ്പെടുന്നതല്ല. അടിത്തട്ടിലെ മനുഷ്യരുടെ ക്ഷേമം എന്നൊരു സങ്കല്പവും അതിന്റെ പ്രയോഗവും നടത്തുന്നത് ഇടതുപക്ഷം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായ നിലപാട് ഗുണം ചെയ്യും. മറ്റവരുടെ രാഷ്ട്രീയമായ നിലപാട് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരത് പറയട്ടെ. എന്നാലും എന്റെ പ്രതീക്ഷ അതിനൊക്കെ മറികടക്കുമെന്ന് തന്നെയാണ്. എന്നാലും വിജയാശംസകൾ. തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട് LDFന്റെ കൃത്യമായ വോട്ട് ബാങ്കുകളുണ്ട്. ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ തന്ത്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീരൻ, ന്യൂസ് 18 തൃശ്ശൂർ. കണ്ണൂരിൽ ഹാട്രിക് തികയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മന്ത്രി കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ. LDF വിശ്വസിച്ചേൽപ്പിച്ച കണ്ണൂർ സീറ്റിൽ ഇത്തവണ 5000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. 71 മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള കടന്നപ്പള്ളി 46 വർഷത്തെ അനുഭവങ്ങൾ ന്യൂസ് 18നോട് പങ്കുവച്ചു. വിശുദ്ധമായ ഓശാന ഞായർ ദിവസമാണ് ഞാൻ കണ്ണൂരുള്ളത്. കണ്ണൂരിൽ തുടർച്ചയായ 3ാം തവണ മത്സരത്തിനുള്ള മന്ത്രി കൂടിയായ ഇടതുപക്ഷത്തെ കരുത്തൻ ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്നോടൊപ്പമുണ്ട്. സാർ നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ പള്ളിയുടെ മനോഹരമായ ഒരു വിശുദ്ധ അന്തരീക്ഷത്തിലാണ്. വിശ്വാസികളുമായൊക്കെയുള്ള ബന്ധം, എല്ലാ വിഭാഗങ്ങളുടെ ബന്ധം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെയൊന്ന് താങ്കൾ കാണുന്നത്? അതായത് ഇത് ഞാൻ ഏത് സമയത്തും ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവരുടേതായ ദിനാചരണങ്ങളിൽ
അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളുടെ പുണ്യ ദിവസങ്ങളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആ ദിവസത്തിന്റെ പ്രാധാന്യം കൂടി കണക്കെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പാകണമെന്നില്ല. തെരഞ്ഞെടുപ്പതിന് യാതൊരു ബന്ധമില്ല. തെരഞ്ഞെടുപ്പ് ഇത് ഞാൻ സാധാരണ ഇവിടെ വരുന്നതാണ്. ഇവിടെ പാതിരാ കുർബാന കഴിഞ്ഞിട്ടാണ് ഈ കൃഷ്ണൻ പോകുന്നത്. 1 മണിക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൃഷ്ണൻ പോയി പിന്നെ എന്നെ അറിയിച്ചാൽ അത് ഇത് തെരഞ്ഞെടുപ്പായിട്ട് ഈ സന്ദർശനത്തിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വരുന്ന ആളുകൾ കാരണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ സമയത്തുള്ള അതല്ല. ഞാൻ ഇവിടെ ഒരു ദിവസം കണ്ടില്ലെങ്കിലല്ല ഇന്നത്തെ കണ്ടില്ലല്ലോ എന്ന് പറയും. സ്ത്രീകളും പുരുഷന്മാരെല്ലാം പറയും. വിശ്വാസമുണ്ടോ? വിശ്വാസം, ദൈവവിശ്വാസമുണ്ട്. ഈ പ്രയാസഘട്ടങ്ങളിലൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം തന്നെ ഒരു എന്നല്ല, ഇതെല്ലാം കൂടി ഒരു എന്താ പറയുന്നത് ഇത് പിന്നെ ഒരു ഈ പ്രപഞ്ചത്തെ ഒരു അദൃശ്യമായ ഒരു എന്തോ ശക്തി ഇതിനുണ്ട്. ഈ എങ്ങനെയാണ് പിണറായി വിജയൻ 3ാം തവണയും കണ്ണൂരിൽ പിണറായി വിജയൻ വലിയ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മന്ത്രിസഭയിൽ അംഗമാക്കി. പിണറായിയായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അടുത്ത കാലത്തായി ഈ പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗങ്ങളിലൊക്കെ ഉള്ള പരാമർശങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പല പ്രയോഗങ്ങൾ നടത്തുന്നു. സുധാകരനെ പാർട്ടി വിട്ട് സുധാകരനെ അത്തരത്തിൽ വർഗവഞ്ചകൻ, അങ്ങനെ പല പ്രയോഗങ്ങൾ നടത്തുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ അടുത്ത് അറിഞ്ഞൊരാളെന്ന അതായത് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തോടും രാഷ്ട്രീയത്തോടും കുടുംബത്തോടും സ്നേഹിതന്മാരോടുള്ള ഓരോ സമീപനം സർഗാത്മകമായിട്ടുണ്ട്. അത് വ്യത്യസ്തമായിരിക്കും. അതിൽ നിന്നൊരു അത്ഭുതപ്പെട്ട കാര്യമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് ആളുകൾ കാണുന്നത്. പറയേണ്ടത് പറയും, ആരുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, പറയേണ്ട സമയത്ത് പറയും. അത് ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് പറയുന്നതല്ല. അപ്പോൾ പറയും. അത് ഏത് പ്രശ്നമായാലും, ആഭ്യന്തര പ്രശ്നമോ ബാഹ്യമായ പ്രശ്നമോ പൊളിറ്റിക്കൽ എല്ലാം എന്തായിരുന്നാലും അത് തുറന്ന് പറയുന്നൊരു സ്വഭാവ പ്രവണതയാണ്. അത് പിന്നെ ഇപ്പോഴും തുടരുകയാണ്. ഈ 3ാം തവണയാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2000-ൽ താഴെയായിരുന്നു ഭൂരിപക്ഷം. അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇത്തവണ കുറച്ചുകൂടെ ടൈറ്റല്ലേ, ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. 46 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കാത്തതായിരുന്നു കണ്ണൂർ. ബഹുമാനപ്പെട്ട പിണറായി സഖാവ് പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയാണ് രാധാപള്ളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഖാവ് പറഞ്ഞാൽ എവിടെയായാലും മത്സരിക്കാം. അങ്ങനെയാണ് 46 വർഷത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കുന്നത്. അത് രണ്ടാമത് പറഞ്ഞാൽ അന്നൊരു അബദ്ധം പറ്റിയാണ്. അത് അബദ്ധം പറ്റിയതോ സുബദ്ധം പറ്റിയതോ ആയാലും ശരി, എത്ര വോട്ട് നില കണ്ണൂരിൽ അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആസ്ഥാന കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നതാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ളത്. വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ നമ്പറല്ല. ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. തോറ്റവരും പ്രതീക്ഷിച്ചിട്ടില്ല, ജയിച്ചവരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സംഭവം ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ മാറ്റമുണ്ടായത്. ജയിച്ചാലും തോറ്റാലും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമോ, മത്സരരംഗത്തുണ്ടാകുമോ? അതൊന്നും ഇപ്പൊ പറയാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ കഴിയാതെ അതങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഒരുപാട് സമയമായി. ശരി, വലിയ ഉപകാരം. അപ്പം കുരുത്തോല പെരുന്നാൾ ദിവസമാണ് ഇത്രയും സമയം ചെലവഴിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് രംഗം കൂടെ ഒക്കെ ആകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇത്ര സമയം കളയുക എന്ന് പറയുന്നത് ഞങ്ങളൊരു നിങ്ങള് പ്രധാനപ്പെട്ട ഒരു ചാനൽ ഇങ്ങനെ പറയുമ്പോ അത് നിൽക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മുടെ വിലപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളതും വിലപ്പെട്ട സമയമാണ്, എല്ലാവരും വിലപ്പെട്ട സമയമാണ്. അപ്പൊ എല്ലാ ആശംസകളും. 3ാം തവണയും നമ്മൾ നിയമസഭയിൽ തിരുവനന്തപുരത്ത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈരാറ്റുപേട്ടയിലെ വോട്ടുകൾ ആർക്കെന്നതാകും പൂഞ്ഞാറിലെ ജനവിധിയിൽ ഇത്തവണയും നിർണായകമാവുക. വോട്ടുകളിൽ ഭൂരിഭാഗവും തങ്ങൾക്കെന്നാണ് LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കലും UDF സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യനും അവകാശപ്പെടുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 50% വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നാണ് BJP സ്ഥാനാർത്ഥിയായ PC ജോർജിന്റെ അവകാശവാദം. ജോർജ് 4ാം സ്ഥാനത്തെത്തുമെന്ന് MJ സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ 2ാം സ്ഥാനം നൽകാൻ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ തയ്യാറായി. 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കുമെന്നാണ് ജോർജിന്റെ അവകാശവാദം. കേരളത്തിൽ തീപാറുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൂഞ്ഞാർ. പൂഞ്ഞാർ ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന PC ജോർജിനെ അട്ടിമറിച്ച് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുത്തു. ഇത്തവണ വീണ്ടും തന്റെ കൈയിലേക്ക് ഒതുക്കാൻ PC ജോർജ് കളത്തിലുണ്ട്. 3ാം സ്ഥാനത്ത് നിന്നും 1ാമതെത്താൻ കോൺഗ്രസും MJ സെബാസ്റ്റ്യനിലൂടെ ശ്രമിക്കുന്നു. പൂഞ്ഞാറിൽ എന്താണ് സംഭവിക്കുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ കർമ്മനിരതനായ ചുറുചുറുക്കുള്ള മിടുമിടുക്കനായ സാരഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പാതയോരങ്ങളിൽ തന്നെ കാത്തു നിൽക്കുന്ന തന്റെ മാതാപിതാക്കളെ നേരിൽ കാണുവാൻ
പൂഞ്ഞാറിന്റെ പൾസ് എന്തെന്ന് അറിയാൻ നമ്മൾ ആദ്യം എത്തുന്നത് പൂഞ്ഞാറിന്റെ ഇപ്പോഴത്തെ MLA കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനൊപ്പമാണ്. അദ്ദേഹം തിടനാട് പഞ്ചായത്തിൽ കൂടി തന്റെ പര്യടനം തുടരുകയാണ്. ഇത്തവണ എങ്ങനെയാണ് കാര്യങ്ങൾ? തികഞ്ഞ വിജയപ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലായിടത്തും വലിയ സ്വീകരണമാണ് നൽകുന്നത്. മുൻപ് LDFന് കാര്യമായ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ പോലും ജനങ്ങൾ ഉത്സാഹപൂർവ്വം വരവേൽക്കാൻ എത്തുന്ന ഒരു സമീപനമാണ് പൊതുവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടി ആത്മവിശ്വാസത്തോടെയും നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പുറത്ത് ആഭരണ അല്ലെങ്കിൽ പോലും മറ്റൊരു സെബാസ്റ്റ്യൻ UDF സ്ഥാനാർത്ഥിയായി വരുന്നു. UDF ആണെങ്കിലും സംസ്ഥാനത്തൊട്ടാകെ വലിയ വിജയപ്രതീക്ഷയുണ്ട്. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് UDFന്റെ എന്ത്? ഞാനൊരു മറ്റു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് എന്നുള്ള നിലയിൽ അല്ലെങ്കിലും പേരുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സജി ജോസഫ് എന്നാണ്. അങ്ങനെയാണ് അറിയാം, സജി തലപ്പലമൊന്നും സജി ജോസഫ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് സംശയമുണ്ടോ? എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു UDF ഇത്തവണ പൂഞ്ഞാറിലൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? എന്താണ്? ഒരു നിലയിലും ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല. കഴിഞ്ഞ തവണത്തെ അതേ നില തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ UDFന് 3ാം സ്ഥാനമായിരുന്നു. ഇത്തവണയും അതേ നില തന്നെ തുടരുമെന്നുള്ളതാണ്. അതായത് PC ജോർജുമായിട്ടാണ് ഫൈറ്റ് വരുന്നത്. ഇപ്പോ കാണുന്ന ഒരു ടെമ്പോ അങ്ങനെയാണ്. അങ്ങനെയാണ്. എന്താണ് UDF അങ്ങനെ പിന്നിലോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് UDF പിന്നിലോട്ട് പോകുന്നത്? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്റെ വോട്ടർമാരെ നേരിൽ കാണുവാൻ വികസന പ്രവർത്തനങ്ങൾ വളരെയേറെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ UDFനെ പിന്തുണച്ചിരുന്ന പല ജനവിഭാഗങ്ങളും LDFിലേക്ക് വന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക സാഹചര്യം. പൂഞ്ഞാർ പഞ്ചായത്തിലൂടെ UDF സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യൻ തന്റെ പര്യടനം തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് കരുതുന്നു. നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാമതിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് ഇത്തവണ 1ാമതെത്തുക? എന്താണ് അതിന്റെ ഒരു തന്ത്രം? കോൺഗ്രസ് 1ാമതെത്തുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണി 1ാമതെത്തുന്നത് ഓരോ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ കാലാവസ്ഥ പൂർണ്ണമായി വ്യത്യസ്തമാണ്. അതിന്റെ കാരണം ഈ നിയോജക മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. ഇതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് 9 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 7 പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഭരിക്കുന്നു. അത് തന്നെ അറിയാം. അത് തന്നെ അറിയാം നമുക്ക് ഐക്യ ജനാധിപത്യത്തിന്റെ കോട്ടയാണ് എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമാണ് അത്രയും പുറകിൽ പോയത്. താങ്കള് 3ാമത് പോകുമെന്നാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറയുന്നത്. താങ്കൾ 3ാമതാകും? അത് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ സ്വപ്നമാണ്. ഈ മണ്ണിൽ പൂഞ്ഞാറിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. പുറത്തുനിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. മാത്രമല്ല ചെറുപ്പകാലം തൊട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ കൂട്ട് ആശയമില്ലാതെ ആശയത്തിന് വേണ്ടി കാലുമാറി കളിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളല്ല ഞാൻ. അതുകൊണ്ട് കൃത്യമായി ജനം എന്നെ തിരിച്ചറിയി വോട്ട് ചെയ്യും. ഈ വേറൊരു ചോദ്യം, ഈ സജി തലപ്പലം എങ്ങനെയാണ് MJ സെബാസ്റ്റ്യനായത്? കാരണം അദ്ദേഹത്തിന്റെ പേരും സെബാസ്റ്റ്യനാണ്. അതേ പേര് കൊണ്ടുവന്ന് ഒരു മത്സരത്തിന് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ജനിച്ചപ്പോൾ വിട്ട് എങ്ങനെയാ പേര് മാറുന്നത്? അയാളുടെ മത്സരത്തിന് കൊണ്ടുവന്ന് അതിൽ മറ്റൊരു ഇതൊന്നുമില്ല. താങ്കളെ സജി തലപ്പലം എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നാട്ടിൽ വിളിക്കുന്ന പേര് സജി എന്നുള്ളത്. ഈ PC ജോർജിന്റെ ഒരു സ്ഥാനം എന്തായിരിക്കും? അദ്ദേഹം മുൻ MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം 3ാമതോ 4ാമതോ ആയിരിക്കും. എന്തായാലും എത്ര ഭൂരിപക്ഷം താങ്കൾ പ്രതീക്ഷിക്കുന്നു? 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒരു കാരണവശാലും യാതൊരു മാറ്റവും വരികയില്ല. അത് നിങ്ങൾ ഈ വോട്ട് എണ്ണി കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു. എന്തായാലും അതാണ് MJ സെബാസ്റ്റ്യന്റെ പ്രതീക്ഷ. ഇത്തവണ പൂഞ്ഞാർ തിരിച്ചു പിടിക്കും. 15,000-ൽ പരം വോട്ടുകളുടെ ലീഡ് ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇനി PC ജോർജിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം.
PC ജോർജ് കോരുത്തോട് പഞ്ചായത്തിലൂടെ തന്റെ പര്യടനം തുടരുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇത്തവണ? കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറെ ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ടല്ലോ. ജയം 100%. എന്താണ് ഈ ഒരു BJPക്ക് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ആളുകളുണ്ട്, അത് മാത്രം കൊണ്ട് ആണോ? അല്ല, കഴിഞ്ഞ 5 വർഷം ഈ നാട്ടിലൊന്നും നടന്നില്ല. നിലവിലിരിക്കുന്ന MLAയുടെ വലിയ സംഭാവനയാണ് എന്റെ ജനപിന്തുണ. ഞാനിവിടെ MLA ആയിരുന്ന ആളല്ലേ, ഞാനുമായിട്ട് ഇപ്പോഴത്തെ MLA താരതമ്യപ്പെടുത്തി. അപ്പൊ താരതമ്യപ്പെടുത്തിയപ്പോ സ്വാഭാവികമായി എനിക്ക് പ്ലസായി. അതാണ് സത്യം. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽക്ക് താങ്കൾക്ക് 2ാം സ്ഥാനം തരുന്നുണ്ട്. നന്ദി. അങ്ങനെ ഒത്തിരി മണ്ടത്തരം പറയുന്നു. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു, അദ്ദേഹം പറയുന്നത് താങ്കൾ 3ാമതോ 4ാമതോ എത്തുമെന്നാണ്. ആട്ടെ, അങ്ങനെ 1ാമത് എത്താൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ മഠയന്മാരൊക്കെ എന്നാ ചെയ്യാൻ? അയാള് സ്ഥാനാർത്ഥിയാന്ന് പറയാൻ പോലെ നാണമാണ്. സഹകരണ ബാങ്കിൽ കാശ് മോട്ടിച്ചതിന് അയാൾ പ്രതിയായിട്ട് കേസെടുത്തു. അറിഞ്ഞു? കോടതി വിധിയാ ഇന്ന്. കോടതി അയാളുടെ പേര് കേസെടുക്കാൻ വേണ്ടി FIR ഇട്ടു. പിന്നെ ആരുടെ വർത്തമാനം പറയുന്നവൻ 3 4 പറയുന്നു. അയാള് ബാങ്കിൽ നിന്ന് പ്രസിഡന്റായിരുന്നു, കാശ് കട്ടെന്നും പറഞ്ഞ് കേസെടുത്തിരിക്കുകയാണ്. ഇന്ന് FIR എടുത്തു. പിന്നെ അവർ സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുണ്ടാവും. വർത്തമാനം പറയുന്നു. ഇവിടെ ആരുമായിട്ടാ ശരിക്കും മത്സരം? അപ്പോ ഇവിടെ മത്സരം, എനിക്കൊരു മത്സരവും ഇല്ല. ഒരു 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും. മത്സരമൊന്നുമില്ല. സുഖം. പാല എന്താ സംഭവിക്കുക? പാല അത് നല്ല മത്സരമാണ്. പക്ഷേ ഷോൺ ജയിക്കും. നിങ്ങളെ കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ഈ പഴയ ആളുകളെയൊക്കെ വീണ്ടും കാണുകയാണല്ലേ? വീണ്ടും ഇത് ഞാനിപ്പോ കോരുത്തോട് പഞ്ചായത്തിലാണ്. ഇവിടെ SC ST വിഭാഗങ്ങളും പിന്നോക്കക്കാരും 90% 95% ഈ SC ST പിന്നോക്ക വിഭാഗങ്ങളുള്ള പഞ്ചായത്താണ്. ഇവിടെ ആയിരിക്കും വലിയ ഭൂരിപക്ഷമായിരിക്കും. ഈ BJPയുടെ പിന്തുണയിലേ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വർക്കിന് ഇറങ്ങുന്നത് ആദ്യമാണ്. എന്താ അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അത് അവർ 100% ആത്മാർത്ഥത. ഇത്രയും ആത്മാർത്ഥതയുള്ള RSSന്റെയും BMSന്റെയും BJPയുടെയും പ്രവർത്തകർ ഉറക്കം പോലും ഇല്ല. എന്നെ എടുത്തോണ്ട് കിടക്കുന്ന പാവങ്ങൾ. എനിക്ക് സങ്കടം തോന്നുന്നു അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ. ഇത്രയും ആത്മാർത്ഥത. എന്തുകൊണ്ടൊരു 10 കൊല്ലം മുമ്പ് BJP ചേർന്നില്ല എന്നതാണ് എന്റെ ദുഃഖം. സത്യം. വലിയ ആത്മവിശ്വാസം. BJP താമരയിൽ വോട്ട് തേടിക്കൊണ്ട് PC ജോർജ് തന്റെ പര്യടനം തുടരുകയാണ്. ഈ പലയിടത്തും ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ വലിയ ജനപിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന് PC ജോർജ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും 3 മുന്നണി സ്ഥാനാർത്ഥികളെയും കൊണ്ട് 3 പേരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. ആരാണ് പൂഞ്ഞാറിന്റെ യഥാർത്ഥ വിന്നർ എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, News 18 പൂഞ്ഞാർ. കേവോട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളി